DFA that accepts a set of all the strings containing odd numbers and odd number of ones and odd number of zeros. അതായത് നമ്മളൊരു സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിൽ ഉള്ള number of ones should be odd and number of zeros should be odd. Here it is, what is the number of ones? This is 2. This is 1. So this is not acceptable. Here number of ones is 4, number of zeros is 3. So this is odd, this is not odd. So this is acceptable. Here it is, number of 1 is 3, number of zeros is 3. So this is acceptable. Here it is, number of ones is odd, but zeros in the count 0 on. So 0 and even item select. So this is not acceptable. Number of ones and number of zeros. This is 3, this is 1. So this is acceptable. നമ്മൾ സീറോസിൻ്റെ എണ്ണം ഒരു സ്ട്രിങ് എടുത്താൽ അതിന് സീറോസിൻ്റെ എണ്ണം 1ൻ്റെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് സീറോൻ്റെ എണ്ണം 0 എന്ന് പറയുന്ന രീതിയിൽ എടുക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ദിസ് നമ്പർ ഓഫ് സീറോസ് ഈസ് 5, പക്ഷെ 1ൻ്റെ കൗണ്ട് 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് ഈവൺ ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഓട്ടോമാറ്റിക്കാണ് സെലക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദാറ്റ് ഈസ് അവർ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്, അവിടെ നിന്ന് 1 വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന പോലെ സെലക്ട് ചെയ്യും Q1. അതേപോലെ തന്നെ Q0 എന്ന് 0 വന്നു കഴിഞ്ഞാൽ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും. ഈ Q1ൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു 1 വന്നു കഴിഞ്ഞാൽ, സോ 1 1, അപ്പോൾ നമ്മൾ ശരിക്കും എന്താ, ഇത് ഈവൺ ആയി. അപ്പോൾ നമുക്കത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു 1 കൂടി വരാൻ തിരിച്ചിവിടേക്ക് തന്നെ വരണം. പിന്നെ വീണ്ടും 1 വന്നാൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ നോക്കൂ, ഫസ്റ്റ് 1 വന്നാൽ ഇങ്ങോട്ട് വന്നു, പിന്നെയും ഒരു 1 വന്നാൽ തിരിച്ചിങ്ങോട്ട് പോയി. അത് കാരണം എന്താ, അത് ഈവൺ ആണ്. ഈവൺ ആണെങ്കിൽ നമുക്കത് യൂസ് ഇല്ല. പിന്നെ ഒരു 1 വരികയാണെങ്കിൽ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് Q0 എന്ന് Q1ലേക്ക് എത്തിക്കഴിഞ്ഞതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡ് എന്നാണ്. കാരണം എന്താ, Q1ലിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു 1 വന്നത് ഈവണായി. അപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോയി, വീണ്ടും ഒരു 1 വന്നാലേ ഇങ്ങോട്ട് പോകും. അപ്പോൾ എത്ര തവണ ഇത് അങ്ങോട്ടും ട്രാവൽ ചെയ്താലും നമ്പർ ഓഫ് വൺസ് ഷുഡ് ബി ഓഡ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഓടായിരിക്കും, ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈവണായിരിക്കും. കാരണം എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് വൺസ് ഈവൺ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഒരിക്കലും നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് കൊടുക്കാൻ പറ്റില്ല. ഈ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ നമ്പർ ഓഫ് വൺസ് മാത്രം എടുക്കാൻ പാടില്ലേ, സീറോസ് എന്തായാലും വേണം. നമ്മൾ ഇതിൽ നിന്ന് ദർ ഇസ് എ ചാൻസ് ടു മൂവ് 0. സോ Q3, ദിസ് ക്യാൻ ബി എ ഫൈനൽ സ്റ്റേറ്റ്. ഈ 0 ഒരു 0 കൂടി വന്നാൽ എന്ത് സംഭവിക്കും, അത് ഈവണായി. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഈ സ്റ്റേറ്റിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഈ ഒരു പോർഷൻ നോക്കൂ, ഇത് ഇങ്ങനെയല്ലേ. ഈ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യാൻ ഈ ഒരു പാത്ത് ശരിയാണ്. കാരണം ഫസ്റ്റ് തന്നെ വന്ന് 1 ആണ്, Q0 എന്ന് 1 വന്നപ്പോൾ Q1ലേക്ക് എത്തി. അടുത്തത് സെക്കൻഡ് 1 റീഡ് ചെയ്തപ്പോൾ, കാരണം ഇത് കൗണ്ട് ഈവണായി, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. സോ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 2 1s ഉണ്ട്. സോ അതൊരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. പിന്നെ ഒരു 1 വന്നാലേ അത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. സോ നെക്സ്റ്റ് 1 വന്നപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. 3 1s, ആദ്യം ഞാൻ ഇങ്ങോട്ട് വന്നു, തിരിച്ചിങ്ങോട്ട് പോയി. ഈവൺ നമ്പർ 1s ആണ്, തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഓഡ് നമ്പറാണ്. സോ ദിസ് ഈസ് ആക്സെപ്റ്റിംഗ്. ഇത്ര അയച്ചിട്ട് ആക്സെപ്റ്റിംഗ് അല്ല, പിന്നെ 0 പാർട്ട് വരുന്നുണ്ട്. ഇതിൽ എത്ര വൺസ് ഉണ്ടോ അത്രയും വൺസിന് ഞാൻ ഇവിടെ ഇങ്ങനെ ലൂപ്പ് കൊടുക്കും സെൽഫ്. അടുത്ത് 0 വന്നപ്പോൾ എന്ത് സംഭവിച്ചു, 0 വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു, ദാറ്റ് ഈസ് ഓഡ്. ഇതെനിക്ക് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ വീണ്ടും 2 zeros ഉണ്ട്. അപ്പോൾ അത് ഈവൺ ആയിരിക്കണം എന്ന് ചെക്ക് ചെയ്യണം. വീണ്ടും ഒരു 0 വന്നാൽ അത് ഈവൺ ആയതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോയി. വീണ്ടും ഒരു 0 വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു, ദാറ്റ് ഈസ് ആക്സെപ്റ്റ്. ദിസ് ഈസ് ഓഡ്. ഇനി ഈ സ്ട്രിങ് ആക്സെപ്റ്റിംഗ് ആണോ നോക്കൂ. ആദ്യം ഒരു 1 വന്നു, സോ Q1ലേക്ക് എത്തി. Q1ലേക്ക് 1 വന്നപ്പോൾ പിന്നെ വന്നത് 0 ആണ്. സോ I return back to 0, തിരിച്ച് ഇവിടേക്ക് എത്തി. ഇനി വീണ്ടും ഒരു 1 വന്നു. സോ ഞാൻ എന്ത് ചെയ്യണം, തിരിച്ച് ഇങ്ങോട്ട് പോകണം. വീണ്ടും എന്ത് വന്നു, ഒരു 0 വന്നു. സോ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോയി.
വീണ്ടും ഇവിടെ നിന്ന് ഒരു 1 വന്നു, ഞാൻ ഇങ്ങോട്ട് പോയി, വീണ്ടും 0 വന്നു, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ DFA. ഈ ഒരു DFA, അതായത് ഈ ഒരു കേസ് ലാസ്റ്റ് വരുന്ന കേസാണ്. അതിന് മുന്നേ നമുക്ക് ഈ കേസ് ചെക്ക് ചെയ്യാം. ആദ്യം 0 വരുന്ന കേസ്. ആദ്യം 0 വരുമ്പോൾ എന്ത് വേണം? ഇവിടേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ 1 ആണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയി 0 ആണ്. ഈ സാധനം തന്നെ തിരിച്ച് റിവേഴ്സ് വരച്ചു. ആദ്യം 0 വരച്ചു, പിന്നെ 1 വരച്ചു. ആദ്യം 0 വന്നു, ഇങ്ങോട്ട് വന്നു, വീണ്ടും 0 വന്നപ്പോൾ തിരിച്ചിങ്ങോട്ട് പോയി, വീണ്ടും അടുത്ത് 0 വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു, 1 വന്നപ്പോൾ ഇങ്ങോട്ട് പോയി, തിരിച്ച് 1 വന്നപ്പോൾ തിരിച്ചിങ്ങോട്ട് പോയി, വീണ്ടും 1 വന്നപ്പോൾ. ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ഇനി വരുന്ന വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്നാണ് ഈ കേസ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത് മാത്രം 1 0 1 0. ആ കേസിൽ ഇത് ഓക്കെ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 1 വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു, 0 വന്നപ്പോൾ അതിൽ ഇങ്ങോട്ട് വന്നു. സോ ദിസ് ഈസ് ഓഡ്, 2 ഓടാണ്. പക്ഷെ വീണ്ടും ഒരു 1 വന്നപ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോയി, 0 വന്നപ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോയി. ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? 2 1 2 0 അത് ഈവൺ സ്റ്റേജ് ആയതുകൊണ്ട് ആക്സെപ്റ്റിംഗ് അല്ല, പ്രശ്നമില്ല. പിന്നെ ഒരു 1 0 കൗണ്ട് ചെയ്യണം. 1 വന്നു, 0 വന്നു. സോ ഇവിടെ എത്തിയപ്പോൾ ഫൈനൽ. ഇത് ആക്സെപ്റ്റിംഗ് ആണ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഡിസൈൻ എ DFA which accepts set of all the string containing odd number of ones and odd number of events. Okay, clear? Design an NFA which accepts the set of all the strings over the alphabet 0 and 1 ending with the 2 consecutive zeros. Design an NFA which accepts the set of all the strings over the alphabet 0 and 1 ending with the 2 consecutive zeros. രണ്ട് അടുത്തടുത്തുള്ള സീറോസ് വരുന്ന രീതിയിൽ, എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയായിരിക്കും സ്ട്രിങ് വരിക? 1 0 ലാസ്റ്റ് ഷുഡ് ബി 0 0. സോ എൻഡിങ് വിത്ത് 2 zeros. 1 0 1 0 1 1. ഇത് ആക്സെപ്റ്റിംഗ് ആണോ? ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റിംഗ്. ദിസ് ഈസ് ആക്സെപ്റ്റിംഗ്. 1 1 1 accepting. ലാസ്റ്റ് 2 0 എന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ദിസ് ഇസ് accepting. ലാസ്റ്റ് 2 0. സോ ഇങ്ങനെ ഒരു രീതിയിലുള്ള സ്ട്രിങ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് Q0. Q0യിൽ നിന്ന് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രിങ്, അതായത് 0 0 എന്ന് പറയുന്ന ദിസ് ഇസ് ദ ബേസിക് സ്ട്രിങ്. ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക്കാണ് ആദ്യം ഡിസൈൻ ചെയ്യുക. സോ അത് 0 വന്നു കഴിഞ്ഞാൽ മൂവ് ടു ദ Q1. Then again when it comes 0 to move to the Q2. This is your final state. Okay. ഇനി ഈ ഒരു ബേസിക് സ്ട്രിങ്ങിൻ്റെ ഫ്രണ്ടിൽ എന്ത് വേണമെങ്കിൽ വരാം അല്ലേ? ഇങ്ങനെ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? Q0യിൽ നിന്ന് നമ്മളൊരു സെൽഫ് ലൂപ്പ് കൊടുക്കുകയാണ്, 1 or 0. സോ എത്ര തന്നെ 1 or 0 വന്നാലും ഇവിടെ തന്നെ റിസൈഡ് ചെയ്യും. ലാസ്റ്റ് 0 വരുമ്പോൾ മൂവ് ടു Q1, another 0 വരുമ്പോൾ മൂവ് ടു Q2. സോ NFA ആയതുകൊണ്ട് ഇങ്ങനെ വരച്ചാൽ മതിയാവും. DFA ആണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേക്ക് ട്രാപ്പിംഗ് സ്റ്റേറ്റ് വയ്ക്കണം. അതായത് 0 വന്നിട്ട് വീണ്ടും ഒരു 1 വന്നാൽ എന്ത് സംഭവിക്കും? സോ Q3 എന്ന് പറയുന്നത് ട്രാപ്പിംഗ് സ്റ്റേറ്റിലേക്ക് കൊടുക്കും. 0 0 ഒന്ന് വീണ്ടും ഒരു 1 വന്നു കഴിഞ്ഞാൽ ട്രാപ്പിംഗ് സ്റ്റേറ്റിലേക്ക് കൊടുക്കും. സോ അത് DFA ആകുമ്പോൾ മാത്രം ഈ ട്രാപ്പിംഗ് സ്റ്റേറ്റ് മെൻഷൻ ചെയ്താൽ മതിയാവും. NFAക്ക് ഇത് മാത്രം. ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. Next, design an NFA to accept all the string zeros and ones such that string containing either 2 consecutive zeros or 2 consecutive ones. ഒന്നല്ലെങ്കിൽ സ്ട്രിങ്ങിൽ 2 കോൺസിക്യൂട്ടീവ് സീറോസ് ഉണ്ടാവണം, അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് വൺസ് ഉണ്ടാവണം. 2 വയലെ ആക്സെപ്റ്റിംഗ് ആയിരിക്കും. ഏതൊക്കെയായിരിക്കും അങ്ങനത്തെ സ്ട്രിങ്സ്? സോ ഈ സ്ട്രിങ് ആക്സെപ്റ്റിംഗ് ആണ്, കാരണം എന്താ? 2 കോൺസിക്യൂട്ടീവ് വൺസ് ഉണ്ട്. ദിസ് ഈസ് ആക്സെപ്റ്റിംഗ് ബിക്കോസ് 2 കോൺസിക്യൂട്ടീവ് സീറോസ് ഉണ്ട്. ഈ സ്ട്രിങ് ആക്സെപ്റ്റിംഗ് ആണ്, 2 കോൺസിക്യൂട്ടീവ് വൺസ് ഉണ്ട്. സോ 2 കോൺസിക്യൂട്ടീവ് വൺസോ സീറോസോ വരികയാണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റിംഗ് എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്യാം? ആദ്യം അതിൻ്റെ ബേസിക് എലമെൻ്റ് ആയിട്ടുള്ള 1 1 എന്ന് പറയുന്ന സ്ട്രിങ്ങും 0 0 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെയും ആദ്യം ഡിസൈൻ ചെയ്യാം. ദിസ് ഈസ് ദ ബേസിക് എലമെൻറ്റ്. ഓക്കെ. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുത്തു, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. അതിന് 1 വന്നപ്പോൾ Q1,
again 1 വന്നപ്പോൾ Q2 0 വന്നപ്പോൾ Q3 0 വന്നപ്പോൾ this is our final state. ഇതാണ് ഈ രണ്ട് സ്ട്രിങ്. ഒന്ന് 1 1 വന്നപ്പോഴും 0 0 വന്നു. പിന്നെ എത്ര വൺസ് ആൻഡ് സീറോസ് വേണമെങ്കിൽ വരാം. സോ അത് 1,02. പിന്നെ NFA ആയതുകൊണ്ട് ഈ Q0 എന്ന് വേറെ 0 വരുന്ന കാര്യം ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെയാണ്, ഇവിടെ അതുപോലെ 1 1 വന്നിട്ട് പിന്നെ എത്ര 1 ആൻഡ് സീറോസ് വന്നാലും നമുക്ക് പ്രശ്നമില്ല. സോ ദിസ് ഈസ് യുവർ റിക്വയർഡ് NFA.